പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായി മത്തായി 16:13 വായിച്ച് അല്പനേരം വചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളോട് ഇടപെടുവാൻ വേണ്ടി, വചനത്തിൽ കൂടി നമ്മളോട് ഇടപെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. മത്തായി 16:13. യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറയുന്നു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രയും നിനക്കിത് വെളിപ്പെടുത്തിയത്. യേശു കർത്താവ് ഇവിടെ താൻ ആരെന്ന് മനസ്സിലാക്കിയെന്നറിയാൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ലോകക്കാർ പറയുന്നത് തന്നെയാണോ അവരുടെ അഭിപ്രായമെന്നറിയാൻ അവരോട് ചോദിക്കുന്നു. തൻ്റെ കൂടെ നടക്കുന്ന ഇവർ താൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ഭംഗിയായി കേൾക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഉള്ളിരിപ്പൊന്ന് മനസ്സിലാക്കണമല്ലോ. കർത്താവ് ചോദിക്കുകയാണ്, ജനം എന്നെ ആരെന്ന് പറയുന്നു? അവർ എന്നെ എന്താണെന്ന് മനസ്സിലാക്കുന്നു? അവർ പറഞ്ഞു, ചിലർ യോഹന്നാൻ സ്നാപകൻ, ചിലർ ഏലിയാവെന്നും, ചിലർ അവൻ പ്രവാചകനെന്നൊക്കെ പറയുന്നു. ചിലർ പറഞ്ഞു, ഇവൻ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ, ഇതൊക്കെ പറയാൻ ഇവൻ ആർ? ഇവൻ വെറും യോസഫ് എന്ന തച്ചൻ്റെ മകനല്ലയോ? ചിലർ പറഞ്ഞു, ഇവൻ ഭൂതത്തിൻ്റെ തലവനായ ബെയോൾസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. എന്നാൽ ഇവൻ ആരെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കാൻ ജനത്തിന് കഴിഞ്ഞില്ല. എന്നാൽ തൻ്റെ ശിഷ്യന്മാരുടെ അഭിപ്രായം താൻ ആരെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കാൻ ഇവർക്ക് എന്തെങ്കിലും കഴിഞ്ഞു എന്ന് യേശുവിനറിയാൻ അവരോട് ചോദിച്ചു. എന്നാൽ പത്രോസ് പെട്ടെന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവത്രേ ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്നവിടെ പറയുകയാണ്. ദൈവത്തിന് മാത്രമേ ഇത് വെളിപ്പെടുത്തി തരുവാൻ കഴിയുള്ളൂ. ദൈവാത്മാവുള്ള ഒരു വ്യക്തിക്ക് യേശു ദൈവപുത്രനെന്ന് പറയുവാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പലർക്കും ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ദൈവം ആരെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കാതെയാണ് ചിന്തകളും പ്രവൃത്തികളും സംസാരങ്ങളും. ആത്മീയരെന്ന് പറയുന്നവർക്ക് പോലും ദൈവത്തെയും ദൈവിക വചനങ്ങളെയും മനസ്സിലാക്കാതെയുള്ള പെരുമാറ്റങ്ങൾ, ആചാരങ്ങൾ, അനാചാരങ്ങൾ, ഇതൊക്കെ ദൈവസഭകളിൽ നടന്നു കാണുന്നു. ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവർ എങ്ങനെ ഒരു ദൈവപുരുഷനെ, ഒരു ആത്മീയനെ എങ്ങനെ മനസ്സിലാക്കും? ആത്മീയരെ കുറ്റം വിധിക്കാനും അവരുടെ മേൽ കൈ ചൂണ്ടുവാനുമാണ് ജനം തയ്യാറാകുന്നത്. ദൈവം തൻ്റെ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ എന്ന് ദൈവവചനം പറയുന്നു. ഒരു യഥാർത്ഥ ആത്മീയന് മാത്രമേ ആത്മീയനെ മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. അവനത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അവൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഒരു ദൈവാത്മാവുള്ള മനുഷ്യനെ തൊട്ടാൽ അത് ദൈവത്തിനെ തൊടുന്നതിന് തുല്യമാണ്. ദൈവം എങ്ങനെയാണ് തൻ്റെ ഭക്തന്മാരെ വേർതിരിച്ചിരിക്കുന്നത്? യെശയ്യാവ് 45:3 നമ്മൾ വായിക്കുമ്പോൾ അതിൽ പറയുന്നു, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വ്രതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ഭക്തന്മാരെ ഓമനപ്പേരിട്ടിരിക്കുന്നു. ദൈവം അവരിലേക്ക് ആത്മീയ ശക്തിയും അറിവും പകരുന്നു. അവർക്ക് ജനത്തോട് സംസാരിക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അവനെ ആത്മീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ അരുളപ്പാടുകൾ കൊടുക്കുന്നു. മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് അവരുടെ നോക്കുമ്പോൾ അവരുടെ പുറമേയുള്ള കഴിവുകളെ നോക്കിയല്ല, ദൈവം ഒരുവൻ്റെ ഇന്നർ ക്വാളിറ്റി നോക്കുന്നു. ദാവീദിനെ തിരഞ്ഞെടുപ്പ്
എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 1 ശമൂവേൽ 16:1 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, അവിടെ ശമൂവേൽ പ്രവാചകന് യിശ്ശായിയുടെ ഭവനത്തിലേക്ക് അവൻ്റെ മക്കളിൽ ഒരുവനെ രാജാവെ അഭിഷേകം ചെയ്യുക എന്നത് ആണ് ശമൂവേലിൻ്റെ ദൗത്യം. ശമൂവേൽ യിശ്ശായിയുടെ ഭവനത്തിൽ ചെന്നു. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. യിശ്ശായിയെയും അവൻ്റെ മക്കളെയും ശുദ്ധീകരിച്ച് യാഗത്തിന് ക്ഷണിച്ചു. യഹോവ ശമൂവേലിനോട് പറയുന്നു, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്. മനുഷ്യർ നോക്കുന്ന പോലെയല്ല. മനുഷ്യർ കണ്ണിന് കാണുന്നത് നോക്കുന്നു, എന്നാൽ യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു മനുഷ്യൻ്റെ പുറമേ ഉള്ളതല്ല, അവൻ്റെ ഇന്നർ ക്വാളിറ്റിയാണ് ദൈവം നോക്കുന്നത്. യിശ്ശായി തൻ്റെ 7 പുത്രന്മാരെയും വരുത്തി ശമൂവേലിൻ്റെ മുമ്പിൽ നിർത്തി. എന്നാൽ ശമൂവേൽ യിശ്ശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. എന്നാൽ തൻ്റെ ഇളയപുത്രനായ ദാവീദ് കാട്ടിൽ ആട് മേയ്ക്കുകയായിരുന്നു. അവനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ദാവീദ് കാട്ടിൽ നിന്നും വന്നപ്പോൾ യഹോവ ശമൂവേലിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക. അവൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അവൻ്റെ മാതാപിതാക്കളൊക്കെ ചിന്തിച്ചത് സഹോദരന്മാരായ 7 പേരിൽ ആരെങ്കിലും തിരഞ്ഞെടുക്കുമെന്നാണ്. കാട്ടിൽ പറഞ്ഞു വിട്ട ആടിനെ മേയ്ക്കാൻ ഒന്നിനും കൊള്ളാത്തവനെന്ന് കരുതിയ ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുമെന്ന് അവൻ്റെ മാതാപിതാക്കളോ സഹോദരന്മാരോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു വിശ്വാസവുമില്ല. എന്നാൽ കാട്ടിൽ അലഞ്ഞു കിടക്കുന്ന ദാവീദിനെ ദൈവം കണ്ടു. അവൻ്റെ ഇന്നർ ക്വാളിറ്റി എന്താണെന്ന് ദൈവം നോക്കുന്നു. കാട്ടിലായിരുന്നപ്പോൾ തൻ്റെ ആടുകളെ കൊല്ലാൻ വന്ന സിംഹത്തെയും കരടിയെയും ദാവീദ് ധൈര്യത്തോടെ കൊല്ലുകയാണ്. എന്നിട്ട് തൻ്റെ ആട്ടിൻകുട്ടിയെ അതിൻ്റെ വായിൽ നിന്നും രക്ഷിക്കുന്നു. ഒരിടയൻ്റെ ആത്മാർത്ഥത, സംരക്ഷണം, തൻ്റെ ജീവനെ പോലും നോക്കാതെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ രക്ഷിക്കുന്നു. തന്നെയുമല്ല, യഹോവയായ ദൈവത്തെ നിന്ദിച്ച ഫെലിസ്ത്യനായ ഗോലിയാത്തിനോട് ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു രാജാവും സൈന്യവും പേടിച്ച് വിറച്ചു നിന്നപ്പോൾ അവൻ ഒറ്റയ്ക്ക് ധൈര്യത്തോടെ ഗോലിയാത്തിനെ നേരിടുകയാണ്. ദാവീദ് പറയുകയാണ്, ഞാനോ നീ നിന്നിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞ് ഗോലിയാത്ത് എന്ന മല്ലനെ നിഷ്പ്രയാസം കൊല്ലുകയാണ്. അങ്ങനെ ആ രാജ്യത്തിൻ്റെ മാനം ദാവീദ് രക്ഷിക്കുന്നു. ഇതാണ് ദാവീദിൻ്റെ സ്വഭാവം. അതാണ് ദൈവം രാജാവായ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ദൈവം മനുഷ്യൻ്റെ പുറമേ ഉള്ളത് നോക്കാതെ അവൻ്റെ ഹൃദയത്തെ നോക്കുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ദാവീദ് നമ്മുടെ കർത്താവായ യേശു എന്ന മഹാ ഇടയൻ നമുക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുത്തു. തൻ്റെ 3.5 വർഷത്തെ പ്രവൃത്തി, വെറും 3.5 വർഷത്തെ പ്രവൃത്തിയാണ് പ്രിയമുള്ളവരെ നമ്മളുടെയും ലോകത്തിൻ്റെയും തന്നെ വലിയ വിടുതലിന് കാരണമായത്. നമ്മൾ ഇന്ന് ദൈവസ്ഥനിൽ ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. ദാവീദിനോട് ശൗൽ ഇത്രയും ദ്രോഹം ചെയ്തിട്ടും ദാവീദ് അവനോടൊന്നും പകരം ചെയ്തില്ല. ദാവീദ് ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. അങ്ങനെ ചെയ്തുകൊണ്ട് പിന്നത്തേതിൽ അവൻ മനസാക്ഷിക്കുത്ത് അവനുണ്ടായി. അവൻ ജനം കാണുക യഹോവയോട് അപേക്ഷിക്കുകയാണ്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനൻ്റെ നേരെ എടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവേ എനിക്ക് ഇടവരരുതേ. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ. ഇതാണ് ദാവീദിൻ്റെ പ്രാർത്ഥനയും വലിയ മനസ്സും. ഈ മനസ്സ് കാണുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവം അഭിഷേകം ചെയ്ത ശൗലിനെ തൊടാൻ ദാവീദിൻ്റെ മനസ്സ് അനുവദിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യൻ്റെ ഇന്നർ ക്വാളിറ്റി നോക്കുന്നു എന്നുള്ള തെളിവാണിത്. ഇതിൽ നിന്നാണ് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോട്, ദൈവം തിരഞ്ഞെടുത്തവരോട് നിന്ദിക്കാൻ പോകരുത്, അവരെ വിരൽ ചൂണ്ടാൻ പോകരുത്. ഒരാത്മീകന് മാത്രമേ ഒരാത്മീകനെ മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. നിൻ്റെ ഉള്ളിൽ ജഡിക സ്വഭാവം ഉണ്ടെങ്കിൽ നിനക്ക് ഒരാത്മീകനെ മനസ്സിലാക്കുവാൻ കഴിയില്ല. ഇന്ന് ആത്മീയ ഗോളത്തിൽ കാണാൻ കഴിയുന്നത് ആത്മീകനെ തളർത്തുകയും ജഡികനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്.
ആത്മീയഗോളം നശിച്ചുകൊണ്ടിരിക്കുന്നു. സഭകൾക്ക് വളർച്ചയില്ലാതെ മുരടിക്കുന്നു. ആത്മാക്കൾ സഭയിലേക്ക് വരുന്നില്ല. ദൈവിക അഭിഷിക്തന്മാർ തെറ്റ് ചെയ്താൽ അത് ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവിക അഭിഷേകത്തിൻ്റെ വില മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ശരിയായ ദൈവിക ബന്ധത്തിൽ ജീവിതം ക്രമപ്പെടുത്തുന്നവരെ ഒരു ദുഷ്ടശക്തിക്കും ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല. മനുഷ്യൻ നമ്മുടെ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവം നിൻ്റെ അകമേ ഉള്ളത് നോക്കുന്നു. മനുഷ്യർ നിന്നെ പല പേരുകളും പറയും, എന്നാൽ ദൈവം നിന്നെ ഓമനപ്പേരിട്ട് വിളിക്കുന്നു. ദൈവത്തെ ആരെന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് ഒരാത്മീയ മനുഷ്യനെയും മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.